രാഷ്ട്രീയ നിരീക്ഷകനായ ഡോക്ടർ ജി ഗോപകുമാർ കൂടി ചേരുകയാണ്. സ്വാഗതം ശ്രീ ഗോപകുമാർ. ഡോക്ടർ മൻമോഹൻ സിംഗിനെ താങ്കൾ എങ്ങനെയാണ് ഓർത്തെടുക്കുന്നത്? അദ്ദേഹത്തിൻ്റെ മരണശേഷവും നമ്മൾ പ്രധാനമായും അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക വിദഗ്ധൻ എന്നുള്ള രീതിയിലും രാഷ്ട്രതന്ത്രജ്ഞൻ എന്നുള്ള രീതിയിലും അദ്ദേഹം ഭാരതത്തിന് നൽകിയ സംഭാവനകളെയൊക്കെ പ്രകീർത്തിക്കുമ്പോൾ തന്നെ പ്രധാനമന്ത്രി എന്ന പദവിയിൽ ശോഭിക്കാൻ ആയില്ല, അല്ലെങ്കിൽ പ്രവൃത്തി ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല. അതിനുമേൽ സമ്മർദ്ദം ചെലുത്തിയത് കുടുംബവാഴ്ചയുടെ ആധിപത്യമായിരുന്നു എന്നുള്ള ചില വിമർശനങ്ങളും ഉയരുന്നുണ്ട്. താങ്കൾ ഈ അവസരത്തിൽ എങ്ങനെയാണ് അതിനെയൊക്കെ കാണുന്നത്? യാതൊരു സംശയവുമില്ല, ഡോക്ടർ മൻമോഹൻ സിംഗ് നമ്മുടെ രാജ്യം കണ്ടതിൽ ഒരു പ്രഗത്ഭനായ ഒരു നേതാവാണ്. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ കഴിവുകൾ പൂർണ്ണമായി പുറത്തെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു സംശയമേ ഉള്ളൂ. അദ്ദേഹം ധനകാര്യമന്ത്രി ആയപ്പോഴാണ് രാജ്യത്തിൻ്റെ സാമ്പത്തിക നയങ്ങൾക്കൊരു വലിയ വ്യത്യാസം വന്നത്. അതിനുശേഷമുണ്ടായ കുതിച്ചുചാട്ടമാണ് ഇന്ന് രാജ്യത്തെ നമ്മൾ ലോകത്തിലെ 5ാമത്തെ ശക്തിയാക്കി മാറ്റിയതും. മാത്രമല്ല, സാമ്പത്തികമായിട്ടുള്ള പരിഷ്കാരങ്ങൾ അടിക്കടി വേണമെന്ന് ധനകാര്യമന്ത്രി ആയിരുന്നപ്പോൾ അതിൽ ആ ക്രെഡിറ്റ് തീർച്ചയായിട്ടും നരസിംഹറാവുവിന് കൂടി കൊടുക്കണം. കാരണം അദ്ദേഹമാണല്ലോ ഇദ്ദേഹത്തെ ധനകാര്യമന്ത്രിയായി കൊണ്ടുവരാൻ നിർബന്ധിച്ചതും. ആദ്യം അത് മൻമോഹൻ സിംഗിന് തമാശയായിട്ട് തോന്നിയെങ്കിലും കാര്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ്, നമുക്ക് രാജ്യത്തിൻ്റെ സ്ഥിതി മാറ്റിയെടുക്കാം, അതിനുവേണ്ടിയുള്ള നയങ്ങൾക്ക് താങ്കൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും. ആ നയങ്ങൾക്ക് പ്രതിപക്ഷ നേതാവായിരുന്ന അടൽ ബിഹാരി വാജ്പേയി പൂർണ്ണ പിന്തുണ കൊടുത്തു എന്ന് പിന്നീട് ചരിത്രത്തിൽ നമുക്ക് തെളിവുമുണ്ട്. അതോടുകൂടി മൻമോഹൻ സിംഗിനും നരസിംഹറാവുവിനും യാതൊരു സംശയവും ഉണ്ടായില്ല. പുതിയ സാമ്പത്തിക നയമെന്ന് വിശേഷിക്കപ്പെടുന്ന 1991 സാമ്പത്തിക നയങ്ങൾ രാജ്യത്തിന് ആ ഘട്ടത്തിൽ എനിക്ക് നല്ല ഓർമ്മയുണ്ട്, വലിയ വെല്ലുവിളികളുണ്ടായിരുന്നു. ഒരുപക്ഷെ ജനങ്ങളോട് ചോദിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ജനപ്രിയ ബഡ്ജറ്റ്, ജനപ്രിയ നയമായിട്ടോ ഒന്നുമല്ല കൊണ്ടുവന്നത്. അതൊരു മുകളിൽ നിന്ന് വന്നൊരു നയമാണ്, നിവൃത്തിയില്ലാത്തൊരു നയമാണ്. പക്ഷേ മൻമോഹൻ സിംഗും നരസിംഹറാവും വളരെ ഉറച്ചു തന്നെ നിന്നു, ഇത് രാജ്യത്തിൻ്റെ നിലപാട് മാറ്റുമെന്ന്. അത് പൂർണ്ണമായും ശരിയായിരുന്നു. മൻമോഹൻ സിംഗ് പറഞ്ഞ ഒരു ആപ്തവാക്യം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അദ്ദേഹം ധനകാര്യമന്ത്രി ആയിരുന്നപ്പോൾ, എക്സ്പോർട്ട് ഈസ് ദ മന്ത്ര ഫോർ ഡെവലപ്മെൻറ്റ്. വികസനത്തിൻ്റെ യഥാർത്ഥ മന്ത്രം എന്ന് പറയുന്നത് കയറ്റുമതിയിലാണ്. അപ്പോൾ നമ്മളതനുസരിച്ച് അധ്വാനിച്ച് കൂടുതൽ കയറ്റുമതി നടത്തിയാൽ രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്കുള്ള തുടക്കമുണ്ടാകും. അന്ന് നമുക്കറിയാം, വിദേശ നാണയത്തിൻ്റെ ഷോർട്ടേജ് ഉണ്ടായിരുന്നൊരു സമയമാണ്. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ വിദേശ നാണയം കരുതൽ വച്ചിരിക്കുന്ന 2 രാജ്യങ്ങൾ ചൈനയും ഇന്ത്യയുമാണ്. ആ നിലയ്ക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞ ഒരു വലിയൊരു നയമാറ്റമാണ്. ആ പാരഡൈം ഷിഫ്റ്റ് കൊണ്ടുവന്നതിൽ മൻമോഹൻ സിംഗിൻ്റെ ചരിത്രം എന്നും ഓർക്കുമെന്നുള്ളതിൽ സംശയമില്ല. ഇനി അദ്ദേഹം പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് നമുക്കറിയാം, അദ്ദേഹത്തിനെ കൊണ്ടുവന്ന രാഷ്ട്രീയ സാഹചര്യവും ആ ചുറ്റുപാടുകളുമൊക്കെ നമുക്കറിയാം. അത് കഴിഞ്ഞ് അദ്ദേഹത്തിനെ കൊണ്ടുവന്നപ്പോൾ തീർച്ചയായിട്ടും അതിന് മുകളിലൊരു അഡ്വൈസറി കമ്മിറ്റി വന്നു. ക്യാബിനറ്റിൻ്റെ മുകളിലൊരു അഡ്വൈസറി കമ്മിറ്റി എന്ന് പറയുന്നത് പാർലമെൻ്ററി ചരിത്രത്തിൽ കേട്ടുകഴിവില്ലാത്തതാണ്. പ്രയോഗത്തിൽ അതൊരു സൂപ്പർ ക്യാബിനറ്റായി മാറി. ആ സൂപ്പർ ക്യാബിനറ്റ് പറയുന്നത് പോലെ ചെയ്യാൻ അദ്ദേഹം നിർബന്ധിതമായി. അദ്ദേഹം ഒരു പരമ്പരാഗത രാഷ്ട്രീയക്കാരനല്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. രാജ്യസഭയിൽ കൂടിയാണ് അദ്ദേഹം പാർലമെൻറ്റിലേക്ക് കടക്കുന്നത്. ലോക്സഭയിലേക്ക് വരുന്നൊരു ജനകീയ നേതാവല്ല, അദ്ദേഹം ഒരു പരമ്പരാഗത രാഷ്ട്രീയക്കാരനെ അല്ലായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ സാങ്കേതിക രംഗം, അദ്ദേഹത്തിൻ്റെ ബയോഡേറ്റ ഞാൻ വായിച്ചിട്ടുണ്ട്. ഇത്രയും ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ഒരു നേതാവ് നമുക്ക് കിട്ടിയതിൽ, അതുമാത്രമല്ല അദ്ദേഹത്തിൻ്റെതായ വ്യക്തിത്വം പൂർണ്ണമായി പുറത്തെടുക്കാനുള്ള സാഹചര്യം അദ്ദേഹത്തിന് കിട്ടിയില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, നാളൊരു കാലത്ത് ചരിത്രം എന്നോട് കുറച്ചുകൂടി കരുണ കാട്ടും. ഇന്നത്തെ മാധ്യമങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിലും നാളെ ചരിത്രം എന്നോട് കുറച്ചുകൂടി കരുണ കാട്ടുമെന്ന് അദ്ദേഹം പറഞ്ഞു. ആ പറഞ്ഞതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, ഏറ്റവും പ്രധാനമായിട്ട് ഈ സാമ്പത്തിക നയം കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ആണവ കരാറാണ്, 1-2-3 എഗ്രിമെൻറ്റ്. അന്ന് അത് നടപ്പിലാക്കാൻ എന്ത് ബുദ്ധിമുട്ടുണ്ടായിരുന്നുവെന്ന് പഴയ ആൾക്കാർക്ക് ആലോചിച്ചാൽ നന്നായിട്ടറിയാം. കാരണം ഭൂരിപക്ഷത്തിൻ്റെ പ്രശ്നമുണ്ടായിരുന്നു. ഇടതുപക്ഷം എപ്പോൾ വേണമെങ്കിലും പിൻവാങ്ങുമെന്നുള്ള പ്രതീക്ഷയുണ്ട് ഉള്ള ഒരു ത്രെട്ടണിങ് ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നു, ഭീഷണി ഉണ്ടായിരുന്നു. ഇത് അന്നത്തെ കാലത്ത് പ്രകാശ് കാരാട്ട് എപ്പോഴും ഇങ്ങനെയുള്ള ത്രെട്ടണിങ് ആറ്റിറ്റ്യൂഡ്, ഒരു വിരട്ടൽ സമ്പ്രദായമൊക്കെ വന്ന് ഗവൺമെൻറ്റിനെ സമ്മർദ്ദത്തിലാക്കിയപ്പോൾ മൻമോഹൻ സിംഗിൻ്റെ യഥാർത്ഥ ശക്തി അപ്പോഴാണ് തെളിഞ്ഞത്. ഇത് പാസ്സാക്കണം, ഇത് രാജ്യത്തിൻ്റെ വികസനത്തിന് ആവശ്യമാണ്, ഇത് പാസ്സാക്കാൻ അനുവദിച്ചില്ലെങ്കിൽ ഞാൻ ഈ കസേരയിൽ തുടരുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അതുതന്നെ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിന് തെളിവാണ്. അപ്പോൾ വിമർശകർ ചോദിച്ചു, എന്തുകൊണ്ടാണ് ഇടതുപക്ഷം ഇക്കാര്യത്തിൽ ഇത്രയും വലിയ എതിർപ്പ് കാണിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ മറുപടി ഇപ്പോഴും ഓർമ്മയുണ്ട്. അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ബിക്കോസ് ദ ലെഫ്റ്റ് ഹാസ് ലിമിറ്റഡ് നാഷണൽ ഇൻട്രസ്റ്റ്.
ദേ ഡോണ്ട് ഹാവ് റിയൽ നാഷണൽ ഇൻട്രസ്റ്റ്. അപ്പോൾ പറഞ്ഞതിൻ്റെ അർത്ഥം ഒരു ദേശീയ താല്പര്യം സംരക്ഷിക്കാൻ ഉള്ള ഒരു നിലപാടിന് ഇടതുപക്ഷത്തിന് ഒരു കാഴ്ചപ്പാടില്ല. ദേശീയ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഒരു പുറകോട്ടാണ്. അതുകൊണ്ടാണ് ഈ അളവ് കരാറിനെ അവർ എതിർക്കുന്നത്. വാസ്തവത്തിൽ എത്ര അർത്ഥവത്തായ സ്റ്റേറ്റ്മെൻറ്റാണ് അതിൽ നിന്ന് വന്നത്. ആ കാര്യം പറഞ്ഞതിൻ്റെ ഗുണഫലം നമുക്കിന്ന് അനുഭവിക്കുന്നുണ്ട്. അതെന്താണ്? ഇന്നിപ്പോൾ നമുക്ക് ഊർജ്ജത്തിൻ്റെ കാര്യത്തിൽ പ്രതിസന്ധിയില്ല. ബാക്കി പല കാര്യങ്ങൾക്കും ന്യൂക്ലിയർ സപ്ലൈസ് ഗ്രൂപ്പിൽ നിന്ന് നമുക്കുണ്ടായിരുന്ന നിരോധനം എടുത്തു കളഞ്ഞു. അതിനുശേഷം നമുക്ക് ഓസ്ട്രേലിയ, ജപ്പാൻ ഉൾപ്പെടെയുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് അളവ് കാര്യങ്ങൾക്ക് നമുക്ക് പിന്തുണ കിട്ടുന്നുണ്ട്. ഈ പിന്തുണ തുടർച്ചയായിട്ട് കിട്ടാൻ കൊണ്ടുവന്ന മറ്റൊരു പ്രധാനപ്പെട്ട നയമാണ് ആണവ കരാർ. അപ്പോൾ അമേരിക്ക മാത്രമല്ല, മൊത്തം പാശ്ചാത്യ രാജ്യങ്ങൾ അതോടെ നമ്മളെടുത്ത് അനുകൂലമായി. ഓസ്ട്രേലിയയാണ് ന്യൂക്ലിയർ സപ്ലൈക്ക് ഒരുപാട് കഴിവുള്ള പാശ്ചാത്യ രാജ്യം അല്ലെങ്കിൽ പോലും ഭൂമിശാസ്ത്രപരമായിട്ട് അവരും നൽകാൻ തയ്യാറായി. അതിനൊക്കെ കാരണമാക്കിയത് ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ്. അത് മാത്രമല്ല, ഇതിൻ്റെ പേരിൽ ഗവൺമെൻറ് പോകുകയാണെങ്കിൽ ഞാൻ രാജിവെക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞതോടുകൂടി അദ്ദേഹത്തിലുള്ള ഒരു ദേശീയത എന്താണെന്ന് വളരെ വ്യക്തമായോ. ഇത് ഇടതുപക്ഷത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്ന് അന്നത്തെ സാഹചര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പം നമുക്കിവിടെ ചർച്ച ചെയ്തില്ലാത്ത താങ്കൾ ചോദിച്ച രണ്ടാമത്തെ ചോദ്യം വളരെ അർത്ഥവത്തായ ചോദ്യമാണ്. അദ്ദേഹത്തിന് യഥാർത്ഥ ശക്തി, കഴിവ് തെളിയിക്കാനുള്ള അവസരം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട ഒത്തിരി കാര്യങ്ങളുണ്ട്. കൊച്ചു കൊച്ചു മന്ത്രിമാർ അഴിമതി നടത്തിയതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. കോമൺവെൽത്ത് ഗെയിംസുമായിട്ട് നടന്ന ഒത്തിരി പ്രശ്നങ്ങൾ, അവിടെയൊക്കെ അദ്ദേഹത്തിന് കാര്യമായ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അവിടെയൊക്കെ അസേർട്ടീവായിട്ട് കടന്നു വരേണ്ടതും ഇനി. കാരണം താങ്കൾ പറഞ്ഞു രാഷ്ട്ര പുരോഗതിക്ക് വേണ്ടി അദ്ദേഹം വലിയ നിലപാടുകൾ സ്വീകരിച്ചു, ശക്തിപൂർവ്വം തന്നെ അതിനുവേണ്ടി സംസാരിച്ചു എന്നുള്ളത്. പക്ഷേ അപ്പോഴും അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയ്ക്കുള്ളിൽ നടന്ന കോടാനുകോടികളുടെ അഴിമതിക്ക് മുന്നിൽ അദ്ദേഹം മൗനിയായിരുന്നു എന്നുള്ളതാണ്. 2004 തുടങ്ങി 2014 വരെയുള്ള 10 വർഷത്തിൽ 9 അഴിമതി കഥകൾ പുറത്തു വന്നിട്ടും രണ്ടാം UPA സർക്കാരിൻ്റെ കാലത്ത് വലിയ രീതിയിലുള്ള അഴിമതി കഥകൾ തുടർച്ചയായി വന്നപ്പോഴുമൊക്കെ അദ്ദേഹത്തിൻ്റെ മൗനം തുടരുന്നു എന്നുള്ളത് തന്നെയായിരുന്നു. ദേശീയതയ്ക്ക് വേണ്ടി അദ്ദേഹത്തിന് അല്പം കൂടി ഉറക്കെ സംസാരിക്കാമായിരുന്നു. പക്ഷേ അവിടെയൊക്കെ ഈ സമ്മർദ്ദത്തിന് ഫലമായി ഘടകകക്ഷി നേതാക്കൾ വീണ്ടും അതേ മന്ത്രിസഭയിൽ തുടരുന്ന സാഹചര്യത്തിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുന്നതിലും അദ്ദേഹം പരാജയപ്പെട്ടു എന്ന് പറയില്ലേ ഒരർത്ഥത്തിൽ? ഞാൻ കോമൺവെൽത്ത് ഗെയിംസിനെ കുറിച്ച് എടുത്തു പറഞ്ഞല്ലോ. ആദ്യത്തെ UPA സർക്കാരിനേക്കാൾ അഴിമതി കൂടിയതും രണ്ടാമത്തെ UPA സർക്കാരിലാണ്. അപ്പോൾ രണ്ടാമത് ഭരണം കിട്ടിയപ്പോൾ മാത്രമല്ല കുറച്ചുകൂടി വ്യക്തത വന്നു. അതിനകത്ത് കിട്ടുന്ന മെജോറിറ്റിയിൽ അവർക്ക് അഭിമാനിക്കാനുണ്ടായിരുന്നു, സ്ഥിരതയുണ്ടായിരുന്നു, പ്രതിപക്ഷം ശക്തമല്ല എന്നൊരു തോന്നൽ വന്നു. വസ്തുതയിൽ പ്രതിപക്ഷം അത്ര ദുർബലമായിരുന്നില്ല. പക്ഷേ എന്നാലും അഴിമതിക്ക് ഒരുപാട് കളമൊരുക്കി, അതിന് യാതൊരു തർക്കവുമില്ല. അതുകൊണ്ടാണ് 2014 അധികാരം നഷ്ടപ്പെടാൻ കാരണമാക്കിയത്. അവിടെയൊക്കെ അദ്ദേഹത്തിന് അസേർട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. ഇതിൻ്റെ കാരണം എന്താണെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. പരമ്പരാഗത രാഷ്ട്രീയക്കാരൻ്റെ ഒരു സ്വഭാവം അദ്ദേഹത്തിലില്ലായിരുന്നു. അദ്ദേഹം ഒരു ടെക്നോക്രാറ്റായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയും മണ്ഡലങ്ങൾ നമ്മളൊന്ന് നോക്കിയാൽ ഒരു അധ്യാപകനായി തുടർന്ന് വേൾഡ് ബാങ്കിൻ്റെ ഡയറക്ടറായി, ചെയർമാനായി, UGCയുടെ ചെയർമാനായി, അദ്ദേഹം ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടിലെത്തി, റിസർവ് ബാങ്കിൻ്റെ ഗവർണറായി ചെയ്ത പ്രവൃത്തികൾ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെ നമ്മൾ ഒരിക്കലും കുറച്ച് കാണിക്കരുത്. പക്ഷേ അദ്ദേഹത്തെ പ്രവർത്തിക്കാൻ അനുവദിച്ചിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട്. അതിൻ്റെ കാരണം താങ്കൾ നേരത്തെ ചൂണ്ടിക്കാണിച്ച അവിടുത്തെ ഒരു കോക്കസ്, അത് മുന്നണി ഭരണത്തിനകത്ത് UPAയുടെ ഘടകകക്ഷികൾ മാത്രമല്ല, അവരും ബ്ലാക്ക്മെയിൽ ചെയ്തു. പക്ഷേ അതിനേക്കാൾ അപ്പുറം ഈ ഒരു കോക്കസ്, ആ കോക്കസ് ഇദ്ദേഹത്തിനെ നിയന്ത്രിച്ചു എന്നുള്ള സത്യമാണ്. നിയന്ത്രിക്കാൻ എളുപ്പമാണ്, കാരണം പരമ്പരാഗത രാഷ്ട്രീയക്കാരനല്ലാത്തതുകൊണ്ട് നേരത്തെ തന്നെ മുൻകൂട്ടി തയ്യാറാക്കി അപകടങ്ങളെ ഒഴിവാക്കാനുള്ള ഒരു പ്രത്യേക ഒരു നയചാതുര്യം രാഷ്ട്രീയക്കാരനല്ലാത്ത മൻമോഹൻ സിംഗിനെ കാണത്തില്ല. നമ്മളതിൽ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി അങ്ങോട്ടുള്ള യുഗത്തിലൊക്കെ കൂടുതലും സാങ്കേതിക വിദ്യയ്ക്കൊക്കെ പ്രാധാന്യം നൽകുന്ന ഒരു രാഷ്ട്രീയം വരും. ഇത് മറ്റ് രാജ്യങ്ങളിൽ, ഫ്രാൻസിലും ഒക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ഒരു പരമ്പരാഗത രാഷ്ട്രീയക്കാരൻ്റെ അളവും വെട്ടും ഒഴിഞ്ഞുമാറലും ഒന്നും അദ്ദേഹത്തിന് വശമില്ലായിരുന്നു. അത് ആ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണ്. പക്ഷേ അദ്ദേഹത്തിനെ ഓവർഷാഡോ ചെയ്യുന്ന രീതിയിലുണ്ടായ സൂപ്പർ ക്യാബിനറ്റാണ് ഈ പ്രശ്നം കൂടുതലും ഉണ്ടാക്കിയത്. അതിനോടൊപ്പം മറ്റ് കക്ഷികൾ അഴിമതികളുമെല്ലാം കൂടുതൽ വന്നപ്പോൾ ഈ പറഞ്ഞതെല്ലാം പറയുമ്പോഴും അദ്ദേഹം നൽകിയ സംഭാവനകൾ ഒരിക്കലും നമുക്ക് കുറച്ച് കാണാൻ കഴിയില്ല. ശരി.